ഇതിൻ്റെ പാക്കേജ് വരുന്ന 1900 ആണ് കേട്ടോ. സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1900 വരുന്ന പാക്കേജിൽ വരുന്ന ഒരു വീടാണിത്. അതിൻ്റെ കട്ടള കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തേക്കിൻ്റെ ഒരു കട്ടളയാണ് വെച്ചിരിക്കുന്നത്. ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു കട്ടള നോക്കിയേ. അപ്പോൾ ഇതിനു മുമ്പ് SP ബിൽഡേഴ്സിൻ്റെ ഒരു പരസ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരസ്യത്തിലൂടെ ഒരു വർക്ക് പാലരാമപുരം പനേറക്കുന്നിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒട്ടനേകം വർക്കുകൾ നമ്മുടെ വീഡിയോയിലൂടെ കിട്ടിയായിരുന്നു. അപ്പോൾ ആ വർക്ക് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പ്രീമിയം സ്റ്റൈലിലുള്ള 2300 രൂപ സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. പ്രീമിയം ലെവലിലുള്ള വീടാണ്. ഇതിൻ്റെ കട്ടള കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തേക്കിൻ്റെ ഒരു കട്ടളയാണ് വെച്ചിരിക്കുന്നത്. ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു കട്ടള നോക്കിയേ. അപ്പോൾ ഇത്രയും ലെവലിലാണ്, ഈ ഒരു ലെവലിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കട്ടള മാത്രമല്ല, ജനലുകൾ ആയാലും അതുപോലെ തന്നെയാണ്. നോക്കിയേ, ഇത്രയും ഹെവി ആയിട്ടുള്ള ജനലുകളാണ് ഇവിടെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും ഭംഗി ഈ വീട് ചെയ്ത് കഴിയുമ്പോഴത്തേന് അത്രയും ഭംഗി ഉണ്ടായിരിക്കും. ഈ ഫ്രണ്ടേജ് വന്നിട്ടെല്ലാം പ്ലാവിൻ്റെയാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ കട്ടള വന്നിട്ട് തേക്കിൻ്റെയാണ്. ഈ പാക്കേജ് തുടങ്ങിയപ്പോൾ 2300 രൂപയായിരുന്നു സ്ക്വയർ ഫീറ്റിന് ഈ പ്രീമിയം ലെവൽ ചെയ്യുന്നതിന്. ഇപ്പോൾ അതിൽ 100 രൂപ വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടിയല്ലോ, അതുകൊണ്ടാണ് ഈ 100 രൂപയുടെ ചേഞ്ച് വരുന്നത്. എല്ലാ പാക്കേജിലും 100 രൂപ ചേഞ്ച് വന്നിട്ടുണ്ട്. എല്ലാവരും SP ബിൽഡേഴ്സിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ആ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ സാധനത്തും കൃത്യതയുണ്ട്. നമുക്ക് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നത്. അല്ലാതെ വാരിക്കൂട്ടി വെച്ച് ചെയ്യുന്ന പരിപാടിയില്ല. ഈ പറയുന്ന തടി ഉരുപ്പടികളൊക്കെ ആയാലും നമ്മൾ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അവരിത് വെക്കുകയുള്ളൂ, പെയിൻറ്റ് പോലും ചെയ്യുള്ളൂ. അത് പ്രൈമർ പോലും അടിക്കുന്നത് നമ്മളിത് വെച്ച് ഫിക്സ് ചെയ്തതിന് നമുക്ക് ബോധ്യമായതിന് ശേഷമാണ്. ഇപ്പോൾ എല്ലാ സൈറ്റിൽ പോകുമ്പോഴും ഞാൻ ചുടുകല്ലുകൾ കാണാറുണ്ട്. ഇത് ഭയങ്കര ഫിനിഷിംഗ് ഉള്ള കല്ലാണ് കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് നല്ല ഫിനിഷിങ്, പൊട്ടലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള കല്ലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എവിടെ നിന്നാണ് ഇറക്കുന്നത്? കല്ല് നമ്മളിത് തമിഴ്നാട് മാർത്താണ്ഡം തോവാള ആ ഭാഗത്തുള്ള കല്ലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എത്ര രൂപ മുതലുള്ള കല്ലുണ്ട്? അല്ല, നമ്മുടെ ഈ എഗ്രിമെന്റിനകത്ത് 9 രൂപ 50 പൈസയുടെ കല്ലാണ്. അപ്പോൾ നമ്മൾ കല്ല് 3-4 ടൈപ്പ് ക്ലയൻറ്റിനെ കൊണ്ട് കാണിക്കും. അവർ ക്ലയൻറ്റ് കല്ലിടുന്ന സമയത്ത് ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നു. ആ സമയത്ത് കല്ലിൻ്റെ സാമ്പിൾ കൊണ്ട് അവർക്ക് കാണിച്ചതിന് ശേഷം അവർക്ക് ബോധ്യപ്പെട്ട കല്ലാണ് നമ്മൾ വെച്ചേക്കുന്നത്. ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് ഒരു 3-4 ദിവസം അവർ വെള്ളത്തിലൊക്കെ ഇട്ട് എല്ലാം നോക്കി ഫൈനലൈസ് ചെയ്തിട്ടാണ് ഈ കല്ല് സെലക്ട് ചെയ്തേക്കുന്നത്. ഈ കല്ല് കണ്ടില്ലേ, ഇത്രയും നല്ല ക്വാണ്ടിറ്റി, ഇത്രയും ഫിനിഷിങ്ങോട് കൂടിയ ചുടുകല്ല്, അത് വിട്ട് വേണം ചെയ്യാനാണ്. അതാണ് അവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്വാളിറ്റി ഐറ്റംസ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അവർക്ക് കണ്ട് ബോധ്യപ്പെട്ടിട്ട്, പറഞ്ഞില്ലേ, ഓരോ സാധനങ്ങളും ഈ പറയുന്ന ഓണറിനെ കണ്ട് ബോധ്യപ്പെട്ടിട്ടേ അവർ ചെയ്യുള്ളൂ. ഈ വീടിൻ്റെ ഓണർ സ്ഥലത്തില്ല കേട്ടോ. അദ്ദേഹം നമ്മുടെ വീഡിയോ കണ്ടിട്ട് അത്രയും വിശ്വസിച്ച് ഏൽപ്പിച്ചാണ് SP ബിൽഡേഴ്സിനെ. അവരത് ഭംഗിയായി തീർത്ത് കൊടുക്കുമെന്നുള്ള വിശ്വാസവും എനിക്കുണ്ട്. തീർത്ത് കൊടുത്തിട്ടുള്ള ഒരുപാട് വർക്കുകളും ഉണ്ട്. സൈറ്റിൽ വരാൻ പറ്റാത്തവർക്ക് അന്നോടെന്നുള്ള അപ്ഡേറ്റ് കാണാൻ വേണ്ടിയിട്ട് അവർ ക്യാമറ വരെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേറൊരു ബിൽഡേഴ്സും ഇങ്ങനെ ചെയ്ത് കൊടുക്കത്തില്ല. കാരണം അത്ര ഉത്തരവാദിത്വം ഉണ്ട്, അത്രയും അവരുടെ വർക്കിൽ കോൺഫിഡൻസ് ഉണ്ട് അവർക്ക്. ഈ സൈറ്റ് വരുന്നത് മലയൻകീഴ് മച്ചയിലാണ്. ഇത് 1650 പാക്കേജിൽ വരുന്നതാണ് കേട്ടോ. 1650 പാക്കേജിൽ ഈ ഫ്രണ്ട് കട്ടള വന്നിട്ട് പ്ലാവിലുള്ളതാണ്. ഈ പാക്കേജിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടള ഇഷ്ടമുള്ളത് വെക്കാം. അഡീഷണൽ ചാർജ് കൊടുക്കണമെന്നുള്ളതേ ഉള്ളൂ. ആ പറയുന്ന അളവിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി വലിയ കട്ടള വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്താൽ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അത് പ്ലാവല്ല, തേക്കാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിങ് 1650 രൂപ മുതലായിരുന്നു. ഇനി മെറ്റീരിയൽസിൻ്റെയൊക്കെ വില കൂടിയുണ്ട്. അത് 100 രൂപയുടെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. 1750 രൂപയ്ക്കാണ് വരുന്നത്. അപ്പം ഫ്രണ്ട് പ്ലാവും വന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ആഞ്ഞിലിയുടെ കട്ടളയൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ ബേസ് പാക്കേജ് വരുമ്പോൾ അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പാറകെട്ടാണ് കേട്ടോ. ഇത് 1300 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ് കേട്ടോ. ബേസ് പാക്കേജ് ആണെങ്കിലും ഈ ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസമില്ല കേട്ടോ. അൾട്രാടെക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എല്ലായിടത്തും അൾട്രാടെക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റുഡിയോ റോഡിലാണ്. ചുടിയോട്ടയിൽ പണിയുന്ന പ്രീമിയം ലെവലിലൊരു വീടാണ് കേട്ടോ. ഇത് വെള്ളയാണി ശാന്തിവിളയിൽ വരുന്ന മറ്റൊരു വർക്കാണ് കേട്ടോ. ഇതിന്റെ പാക്കേജ് വരുന്നത് സ്ക്വയർ ഫീറ്റ് 1900 ആണ്. 7x3 സൈസിൽ വരുന്ന തേക്കിന്റെ കട്ടളയാണ്. പഴയതും പുതിയതുമായ എല്ലാ വീട്ടിലും കാണുന്ന ഒരു പ്രശ്നമാണ് പെയിന്റ് പൊളിഞ്ഞിളകുന്നത്. അതുകൊണ്ട് ഇവർ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി വാട്ടർ പ്രൂഫും ചെയ്തിട്ടുണ്ട്. വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കുന്നത് പുറത്ത് മാത്രമല്ല അകത്തുമുണ്ട്. 3 അടി ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജനലുകളെല്ലാം ചെയ്തിരിക്കുന്നത് സ്ക്വയർ ആഡിലാണ് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. തേക്കിന്റെ കട്ടളയിലാണ് ഈ സ്ക്വയർ ആഡ് ചെയ്തിരിക്കുന്നത്. വളരെ ബലമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പെയിന്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഏഷ്യൻ പെയിന്റ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് തിരുവല്ലത്ത് നടക്കുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് 1725 രൂപ. എന്താണ് ഈ 1725 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഏകദേശം വെള്ളക്കെട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് റിങ് ഇറക്കിയാണ് പില്ലർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽഡിങ് വർക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് 1725 രൂപ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്യാമറയൊക്കെ വെച്ചാണ് ബാക്കി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. ഇതിലൊന്നും പ്രൈമറൊന്നും അടിച്ചിട്ടില്ല. പാർട്ടിക്ക് കണ്ട് ഇവിടെ വന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അവർ പണി തുടങ്ങുകയുള്ളൂ. അതുപോലെ പ്ലാവിൻ്റെ ആയാലും ആഞ്ഞിലിയുടെ ആയാലും തേക്കിൻ്റെ ആയാലും എല്ലാം ഒരുപാട് സ്റ്റോക്ക് തടികൾ ഇരിപ്പുണ്ട്. ഇത് ഇവിടെ വെച്ചിട്ട് പണി കഴിഞ്ഞ് പൂർത്തിയായി കസ്റ്റമർ വന്ന് കണ്ടിട്ട് മാത്രമേ ഈ സാധനം ഫിക്സ് ചെയ്യുള്ളൂ. അത്രയും സ്റ്റോക്ക് ഇവരുടെ കയ്യിലുണ്ട്. കസ്റ്റമൈസ് ചെയ്യാൻ ഉള്ള
അത്രയും സ്റ്റോക്ക് സാധനം ഇവരുടെ കയ്യിലുണ്ട്. ഏത് ഐറ്റം പറഞ്ഞാലും ഏത് അളവിലുള്ള കട്ട്ലയും ജെല്ലും പറഞ്ഞാലും അവരുടെ കയ്യിൽ ചെയ്ത് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു, ഒരു 50% വർക്കൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് കംപ്ലീറ്റ് ആയി. ഇന്നലെ ഹൗസ് വാമിംഗ് ആയിരുന്നു. ഈ സ്ഥലം വരുന്നത് ചെമ്പഴന്തിയാണ്. ചെമ്പഴന്തിയിൽ ഉള്ള വീടാണിത്. അപ്പം ഈ ഒരു വീഡിയോ എടുക്കാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഈ വീടൊന്ന് കാണിക്കുക കൂടാതെ ഈ പറഞ്ഞ ഈ ഹൗസ് ഓണറുടെ ഒരു അഭിപ്രായം നമുക്ക് നേരിട്ട് അറിയണമല്ലോ. അപ്പം നിങ്ങളാണെങ്കിൽ നാളെ വന്ന് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ ഈ വീട്ടിൽ വന്ന് നിങ്ങൾ ഹൗസ് ഓണറോട് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞു തരും. അതിന് വേണ്ടിയിട്ടാണ് ഈ വീട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. 900 പാക്കേജിൽ വരുന്ന ഫ്രണ്ട് ഡോറാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് തുറന്നു നോക്കാം, അതിൻ്റെ എത്രത്തോളം ഭംഗി കാണാൻ പറ്റും നോക്കി. ഇത് പ്രീമിയം ലുക്കാണ് സത്യം പറഞ്ഞത്. ഈ 1900 ഈ ഡോറ് വന്നിട്ട് പ്രീമിയം ലുക്കാണ്. ആ ഫ്രണ്ട് ഡോറ് കാണുമ്പോഴത്തേന് എന്തൊരു ഭംഗിയാണെന്ന് നോക്കി, എന്തൊരു ഫിനിഷിങ്ങിലാണ്. തേക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല വീതിയുള്ള സൈസിലുള്ള കട്ടളയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിൽ. കയറി കഴിഞ്ഞാൽ ഇൻറ്റീരിയലൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇൻറ്റീരിയലൊക്കെ ചെയ്തിരിക്കുന്നതും. ഇതിൻ്റെ പാക്കേജ് വരുന്നത് 1900 ആണ് കേട്ടോ. സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1900 വരുന്ന പാക്കേജിൽ വരുന്ന ഒരു വീടാണിത്. അപ്പോൾ ഈ വീടിൻ്റെ ആദ്യത്തെ സ്ട്രക്ചർ കണ്ടപ്പോൾ ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഇപ്പോൾ വന്ന് കണ്ടപ്പോൾ വേറെ ലെവലായി കേട്ടോ. അതിൽ ഇൻറ്റീരിയറിൻ്റെ സപ്പോർട്ടൂടെ ഉണ്ട്. ജാഗോറിൻ്റെ വാഷ് ബേസിനാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ കിച്ചൺ കബോർഡൊക്കെ നമുക്ക് കാണാം. ഓപ്പൺ കിച്ചൺ അല്ല, എന്നാലും കിച്ചണൊക്കെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കബോർഡ് ചെയ്തിരിക്കുന്നത് നല്ലൊരു രീതിക്കാണ്, ഫ്രിഡ്ജ് പോലെ തോന്നക്കത്ത രീതിയിലാണ്. ഇതൊരു പ്രീമിയം ലുക്കിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ കിച്ചൺ വന്നിട്ട് നല്ല പ്രീമിയം ലുക്കിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മുകളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. വളരെ മനോഹരമായിട്ട് ഗ്ലാസ് ഇത് ഉണ്ടെന്ന് തന്നെ അറിയത്തില്ല കേട്ടോ. ഈ ഗ്ലാസ് ഫിക്സ് ചെയ്തിരിക്കുന്ന പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ വെറും ഒരു ബീഡിങ് മാത്രം പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. നോക്കിയേ, ഈ ഒരു നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ? അത്രയ്ക്കും നല്ല നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. 1900 ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഒരു സംശയമാണ്. പക്ഷേ അത് അവർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു, നമുക്ക് കാണിച്ചു തന്നു ഇത്രയും അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. നല്ല രീതിക്ക് ഒരു പ്രൊഫൈലും ചെയ്തിട്ടുണ്ട്. ജിപ്സം അല്ലാത്ത രീതിയിലാണ് പ്രൊഫൈൽ ചെയ്തിരിക്കുന്നത്. ജിപ്സത്തിൻ്റെ വർക്കാകുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഡാമേജ് വരും. അത് ഒന്നും അല്ലാതെ കറക്റ്റായിട്ട് ഇത് കോൺക്രീറ്റിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൊഫൈൽ വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ. ഒരു വീട് പൂർത്തിയാകുമ്പോഴേ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്കും ആദ്യം വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം വീടിൻ്റെ ഇന്നലെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ ലൈറ്റുകളെല്ലാം ഇട്ട് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം അതിൻ്റെ ഭംഗി എനിക്ക് അറിയാൻ കഴിഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമായിരുന്നു കേട്ടോ. ഓരോ സ്ഥലത്ത് ഓരോ കോർണറിലും അത്രയും ഭംഗി കൊണ്ടുവരാൻ SP ബിൽഡേഴ്സ് ശ്രമിച്ചിട്ടുണ്ട്. ഓരോ ഈ പറയുന്ന സ്റ്റെപ്പായാലും സ്റ്റെയർ ആയാലും സ്റ്റെയർ ലൈറ്റുകളായാലും അത്രയും ഭംഗിയായിട്ട്. അപ്പം ഇതിൻ്റെ റിവ്യൂ അറിയണമെങ്കിൽ നമ്മുടെ ഹൗസ് ഓണറോട് ചോദിക്കണം. അപ്പം പുള്ളിക്കാരോട് നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ സർവീസ്, SP ബിൽഡേഴ്സിൻ്റെ സർവീസ് എങ്ങനെ ഉണ്ടെന്ന്. ഞങ്ങൾ കുറേ നാളിങ്ങനെ ഏതെന്ന് വെച്ചാൽ ഒരു ബിൽഡേഴ്സിന് സെലക്ട് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പം SP ബിൽഡേഴ്സാണ് അവസാനം എല്ലാം ഹെൽപ്പ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്ത് തന്നത്. സാറ്റിസ്ഫൈഡ് ആണ്. സ്വപ്നത്തിലുള്ള ഒരു ഭവനം തന്നെ കിട്ടിയോ നിങ്ങൾക്ക്? തീർച്ചയായും വളരെ സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്, മെറ്റീരിയൽസ് എങ്ങനത്തെയാണ്, ഏത് ക്വാളിറ്റിയിലുള്ളതാണ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തന്ന് നമ്മുടെ സാന്നിധ്യത്തിലാണ് അവർ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. നമുക്ക് നിലവിൽ ഇനി മുതൽ 1750 നമ്മുടെ പാക്കേജ് സ്റ്റാർട്ടിങ് വരുന്നത്. മുന്നേ 1650 ആയിരുന്നു. ഇപ്പോൾ മെറ്റീരിയൽസ് എല്ലാം റേറ്റ് കൂടിയത് കൊണ്ടും എല്ലാത്തിനും വില കൂടി. ആ ഒരു സംഭവം കൊണ്ട് ഇപ്പോൾ 1750 നമ്മുടെ സ്റ്റാർട്ടിങ് പാക്കേജ് വരുന്നത്. നമുക്കെന്ന് വെച്ചാൽ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അത് നമ്മൾ എല്ലാത്തിലും ഒരു 3 ഓപ്ഷനും വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ബേസ്മെൻറ്റ് മുതൽ തന്നെയാണ് എല്ലാം, കമ്പി തന്നെയാണെങ്കിലും ബ്രാൻഡ് ആയിരിക്കും. ഇപ്പോൾ കൈരളി, കൂടുതലും കൈരളിയാണ് ഉപയോഗിക്കുന്നത്. കെൻസ, ജെയിന്, അഗ്നി, ഇങ്ങനെ മെയിനായിട്ടുള്ള 3-4 ബ്രാൻഡ് ഓപ്ഷൻസ് ഉണ്ടാവും. ക്ലയൻറ്റിന് സെലക്ട് ചെയ്യുക അതിനകത്ത് ഏതാ വേണ്ടതെന്നുള്ളത്. പിന്നെ അതുപോലെ തടിയാണെങ്കിൽ തന്നെ അവർ ക്ലയൻറ്റിന് വന്ന് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മളെ വർക്ക്ഷോപ്പിൽ വന്ന് കാണാം. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാണെങ്കിലും വർക്ക് ചെയ്യും. ട്രിവാൻഡ്രത്ത് എവിടെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം വർക്ക് എങ്ങനെയായിരുന്നു? നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വർക്കാണ് നമ്മൾ പനയറക്കുന്ന് പ്രീമിയം വർക്കാണ്. ഏകദേശം 2800 സ്ക്വയർ ഫീറ്റുള്ള പ്രീമിയം വർക്കാണ്. പിന്നെ മച്ചേൽ, കുടപ്പനക്കുന്ന്, പിന്നെ വർക്കല ഒരു പ്ലോട്ടിൽ തന്നെ സഹോദരങ്ങളുടെ 3 വീട്. അത് 2000 സ്ക്വയർ ഫീറ്റ് വെച്ചുള്ള 3 വീട്. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഈ എഗ്രിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ കമ്പനിയുടെ സാധനങ്ങളാണെന്ന് അതിൽ മെൻഷൻ ചെയ്യുമോ? അത് ഓൾറെഡി നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്തേക്കും. അവരുടെ ചോയ്സ് ആയിട്ട് നമ്മളൊരു 3-4 ബ്രാൻഡ് മെയിനായിട്ടുള്ള
ബ്രാൻഡുകൾ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ സിമെൻ്റ് ആണെങ്കിൽ അൾട്രാടെക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെ. പിന്നെ കമ്പി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതുപോലെ ഇലക്ട്രിക്കലോട്ട് വരുവാണെങ്കിൽ വയർ തന്നെ ഹാവൽസ് RR V-Guard. അപ്പോൾ ഈ മൂന്നിൽ കസ്റ്റമറുടെ ചോയ്സാണ് ഏത് വേണ്ടതെന്നുള്ളത്. അതെ. അതുപോലെ പിന്നെ സ്വിച്ച് എല്ലിസ്, ലെഗ്രാൻഡ് ഇങ്ങനെയുള്ള പ്രീമിയം ബ്രാൻഡുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് നമ്മളെ ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ ആണെങ്കിൽ സെറയുടെ ആണ് ഉപയോഗിക്കുന്നത്. സെറ, ജോൺസൺ, സ്റ്റാർ. ഇതിനകത്ത് അവരുടെ ചോയ്സാണ് ഏത് വേണമെന്നുള്ളത്. അപ്പൊ കുറച്ചുകൂടി ലെവൽ കൂടിയത് വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണത്? അല്ല, നമ്മുടെ പ്രീമിയം പാക്കേജിലോട്ട് വരുവാണെങ്കിൽ ജാഗുവർ. ആ, അപ്പൊ ഈ പറയുന്ന നമ്മുടെ സാധാ ബഡ്ജറ്റിൽ വരുന്ന ഒരു വീടിനാണെങ്കിൽ നമ്മൾ ബാക്കി എന്ത് ചെയ്യും? അപ്പൊ അവർക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ സാനിറ്ററി ഐറ്റംസ് തന്നെ ഇപ്പോൾ ക്ലോസറ്റ് സെറയുടെ നമ്മൾ ബേസ് പാക്കേജ് വെച്ചിരിക്കുന്ന 10,000 MRP വരുന്ന ക്ലോസറ്റ് ആയിരിക്കും വെച്ചിരിക്കുന്നത് സിംഗിൾ പീസിൻ്റെ. അത് അടുത്ത പാക്കേജിലോട്ട് പോകുമ്പോൾ 15,000 വരും. ബ്രാൻഡ് തന്നെയാണ്. ഈ സെറയോ ഏതെങ്കിലും ബ്രാൻഡ് സെലക്ട് ചെയ്യാം. റേഞ്ച് മാറി വരും അതിൻ്റെ. ഇപ്പോൾ പെയിൻ്റ് ആയാലും ഏഷ്യൻ, ബിർള ഇങ്ങനെയുള്ള മെയിൻ ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ നമ്മൾ വയറിങ്ങിൻ്റെ കാര്യം പറയും. ടൈല് ഇപ്പോൾ ബേസ് പാക്കേജിൽ തന്നെ സ്ക്വയർ ഫീറ്റ് 50 രൂപ വരുന്ന ടൈലാണ് യൂസ് ചെയ്യുന്നത്. അത് ക്ലയൻറ്റിനും കൂടെ വന്നിട്ടാണ് അവർക്ക് ഇഷ്ടമുള്ളതെന്ന് പർച്ചേസ് ചെയ്യാം. എവിടെയും നമ്മൾ ഈ വീട് പണിത് കൊടുക്കും. ഈ പറഞ്ഞ പാക്കേജ് ഏത് പാക്കേജിലും ട്രിവാൻഡ്രത്ത് എവിടെയും പണിത് കൊടുക്കും. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ഫ്രീ ആയിട്ട് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും.